ഹലോ, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നേക്കണത്. അപ്പോൾ ഒരു സൺഡേ വ്ളോഗായിരിക്കും ഇന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്, അന്നമോൾ എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ രാത്രി ഒന്നും എന്നെ ഉറക്കിയിട്ടില്ല കേട്ടോ അന്നമോള്. അപ്പോൾ നമുക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ കാണാം. പനിയാണോ? നമ്മുടെ മോച്ചുവിന് പനിയാട്ടോ. മോച്ചു പനിയാണോ? മോച്ചു ഇപ്പൊ പനിയില്ലല്ലേ? മരുന്ന് കഴിച്ചില്ലേ? ഇവിടെ അമ്മാമ്മ ഇരിപ്പുണ്ട്, ഇവിടെ മോച്ചു വീട്ടിന് ഇരിക്കുന്നുണ്ട്. എന്താ ചിരി? ഇവിടെ അന്നമോള് കിടക്കുന്നുണ്ട് കേട്ടാ. കിടന്നുറങ്ങാണ്. ഞങ്ങളിത് പാമ്പേഴ്സ് വൃത്തിയാക്കണ്ട കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മളിത് വെള്ളക്കൊഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ചെടിക്കിടും. നമ്മുടെ എല്ലാ എന്താ പറയണ ആ സാധനത്തിന് അമ്മ കവുങ്ങ് എടുത്തിളക്കി പോകുന്നത് ഈ സംഭവം ഇട്ടിട്ടാട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് കുഴി കുത്തിയിടും. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യണത്. അമ്മ പറഞ്ഞു കുഴി കുത്തിയിടും. കുറച്ച് നമ്മൾ ചേമ്പിനത് കുഴി കുത്തുന്ന പോലെ ചെറിയ കുഴി കുത്തിയിട്ടിട്ട് അത് ഇടും. എന്നിട്ട് ഇത് വലിയ കുഴിയാണെങ്കിൽ, കുറച്ച് വലിപ്പമുള്ള കുഴിയാണെങ്കിൽ അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ചാരിടും. ചാരിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അത് ഒരു വളമാണല്ലേ. മോച്ചുനും അന്നാമിക്കും വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങളാരും ചർച്ചിലേക്ക് പോയില്ല കേട്ടോ. അപ്പോൾ പപ്പ ചർച്ചിൽ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പപ്പ പോവാട്ടോ, ചർച്ചിൽ പോവാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പപ്പ വരും. അപ്പം ഇന്ന് ഇവിടെ വൃത്തിയാക്കലാട്ടോ. ഈ പുല്ലൊക്കെ പറിച്ച് ഇവിടെ ആകെ സെറ്റാക്കാൻ ഞങ്ങൾ ഇവിടെ തുറക്കാറില്ല. അതാണ് ഇതിങ്ങനെ കിടക്കണത്. അപ്പം ഇന്ന് ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കും അല്ലേ അമ്മേ? അല്ല മോച്ചു? മോച്ചു ഇവിടെ ഇരുന്ന് കളിക്കണ്ട കേട്ടാ. മോച്ചു ഇത് എന്താ മോച്ചു കാണിച്ചു കൊടുത്ത എല്ലാവർക്കും? കളിക്കണതാ. ഇത് വെച്ചിട്ട് ഞങ്ങൾ സൈക്കിളൊക്കെ ഉണ്ടാക്കും അല്ല മോച്ചു? മമ്മി സൈക്കിളൊക്കെ ഉണ്ടാക്കി തരില്ലേ? സൈക്കിൾ ഉണ്ടാക്കി തരാട്ടാ. അങ്ങനെ ഏതോ ഒരു ഷേപ്പിലുള്ള സൈക്കിളായിട്ടാ. മോച്ചുവിന് പിന്നെ ഇതൊക്കെ മതി അല്ല മോച്ചു? സൈക്കിള്. ഇനി നമുക്ക് കണ്ണാടി ഉണ്ടാക്കാം. അങ്ങനെ മോച്ചുവിന് വേണ്ടി കണ്ണാടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും നമുക്ക് മോച്ചുവിനെ വെപ്പിച്ച് ഞാൻ കാണിച്ചു തരാട്ടാ. ഇതാട്ടാ മോച്ചു കണ്ണാടി വെച്ചിട്ടുള്ള ലുക്ക്. മമ്മി ഉണ്ടാക്കി തന്ന കണ്ണാടി എങ്ങനെയുണ്ട്? അവിടെ അന്നമോളെ എഴുന്നേറ്റുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അന്നമോളെ കാണാം. ഹായ് അന്നമോളെ. അന്നമോള് ഇപ്പൊ എഴുന്നേറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ പായൊക്കെ മടക്കി വെക്കട്ടാ. അന്നമോളെ ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഒരു ഉമ്മോടുക്ക്. അന്നമോളെ ചേട്ടായി വിളിക്കണം ചെല്ല്. ദേ അന്നമോള് കണ്ട കരഞ്ഞ് ഒരു വഴിക്കായിരിക്കാണ്. അന്നമോള് വീണു, അതിനാണ് ഈ കരച്ചിലൊക്കെ. ഇവൻ ഭയങ്കര സാധന. നീയാണോ ഉന്തിട്ട് വാവനെ? തന്നെ വീണതാ? അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടാ. പാപം അന്നമോളെ കണ്ട. ഇല്ല ദേ ഇപ്പൊ അടുത്ത ആള് തുടങ്ങിട്ടാ. അന്നമോള് ഇവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. മോച്ചു ചേട്ടായി അന്നമോൾക്ക് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടാ. അപ്പം അത് കഴിച്ചോണ്ടിരിക്കുക. അന്നോ അന്നെ ഇതേ നമ്മുടെ മോച്ചു ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. അന്നമോളുടെ ഹെയർ ബാൻഡാണ് ഇത് മൊത്തവും. ഇനി കുറേ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട് കുറേയും. പക്ഷെ ഇതൊന്നും അവള് വെക്കാൻ സമ്മതിക്കില്ല. പക്ഷെ മോച്ചുവിന് ഇങ്ങനെയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടം. മോച്ചു ഇങ്ങനെ നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. അപ്പം അമ്മ കടച്ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടി. അപ്പം കടച്ചക്കയും ബീഫും കൂടി ഇട്ടാട്ടോ ഇന്ന് വെക്കണേ. സാധാരണ ഇവിടെ കൂർക്കൊക്കെ ഇട്ടാണ് വെക്കാറ്. മോച്ചുവിന് ജലദോഷത്തിന് മരുന്ന് കൊടുക്കാൻ പോകട്ടോ. പനിക്കണമൊന്നുമില്ല. പനിക്കുള്ളല്ലോ മോച്ചു? പനിക്കുള്ള ജലദോഷമുണ്ട്. അപ്പം നമ്മൾ ജലദോഷത്തിന്റെ മരുന്ന് എടുത്തിട്ടുണ്ട്. മരുന്ന് എടുത്തോണ്ട് കേട്ടാ. അത് മോച്ചു കുടിച്ചോളും, കൈ കൊടുത്താൽ മതി. മോച്ചു കുടിച്ചോ? മോച്ചു പിടിച്ചോ, കുടിച്ചോട്ടാ. മോച്ചുവിന് മരുന്നൊന്നും കുടിക്കാൻ മടിയില്ല കേട്ടാ. മോച്ചു കുടിച്ചോളും. അമ്മ കഴിക്കുക വെക്കാട്ടാ. ഗുഡ് ബോയ് ആണേ. അങ്ങനെ അത് കടച്ചക്കയും ബീഫും കറിയും വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് കൂട്ടിയാണ് ഇപ്പൊ മോച്ച് ചോറിനണത്. ഇനിയിപ്പൊ എനിക്ക് ചോറിനണം. ഞാൻ അങ്ങനെ ചോറിനാൻ പോട്ടെ കേട്ടാ. അപ്പം രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം രാവിലത്തെ ഉച്ചക്കത്തെയും കൂട്ടി ഒരുമിച്ചായിട്ട് എടുത്തേക്കണേ. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ അന്നമോള് ഇവിടെ കിടന്ന് ഉറങ്ങണ്ട് കേട്ടാ. ഇപ്പൊ ഒരു 1:30-1:45 ആയിട്ടുണ്ട്. അപ്പം അന്നമോള് നല്ല ഉറക്കാട്ടാ. അവളിപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്.
അപ്പം ഞാൻ ഇനിയിപ്പോൾ അവളുടെ കൂടെ കയറി കിടന്ന് ഉറങ്ങും കേട്ടോ. കാരണം രാത്രി അവളൊരു പോള ഉറക്കിയിട്ടില്ല എന്നെ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവളുടെ കൂടെ കയറി കിടന്ന് ഉറങ്ങും. അവിടെ മോച്ചുവിനെ അമ്മ ഉറക്കാൻ നോക്കണ്ട, അവന് നല്ല പനിയാണേ. പനിയുണ്ട് കേട്ടോ. അപ്പോൾ പനിയുടെ മരുന്നൊക്കെ കൊടുത്തുള്ളൂ. അമ്മ ഉറക്കാൻ നോക്കാണ്. മോച്ചു മാറിക്കോളൂ കേട്ടാ. സാരില്ല കേട്ടാ. അങ്ങനെ നമ്മുടെ അന്നമോളെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടാ. അന്നമോളെ, ഇത് അന്നമോളുടെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. അന്നമോൾ ഇപ്പം ഇങ്ങനെ ആട്ടാ സ്ഥിരമായിട്ട് മുടി കെട്ടാറ്, അല്ല അന്നമോളെ? അങ്ങനെ അന്നമോള് നാരങ്ങ വെള്ളം കുടിക്കാട്ടാ. ഇനി ഈ ഗ്ലാസ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിയായിരിക്കും കേട്ടാ. അന്നമോളെ തന്നേ. എന്തിയേ മോനിത് കുടിക്കാൻ വേണോ? ലേന അങ്ങനെ വൈകിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഇവിടെ പതിവല്ല, എന്നാലും ഇന്ന് അമ്മ കട്ടൻ ചായ എടുത്തു തന്നു കേട്ടാ. അങ്ങനെ പപ്പ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാവൽപ്പഴം കൊണ്ടുവന്നു കേട്ടാ. അപ്പം ഞാൻ ഞാവൽപ്പഴം കഴിക്കാൻ പോവാം. മോച്ചുവിന് എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. അവനിങ്ങനെ ലുക്കൊക്കെ നോക്കിയാട്ടാ കഴിക്കുള്ളൂ. അങ്ങനെ ദേ ഞാൻ കഴിക്കാൻ പോവാം. ഞാൻ കുറേ ദിവസമായിട്ട് പറയണേ എനിക്ക് ഞാവൽപ്പഴം കഴിക്കണം എന്ന്. പക്ഷേ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കേട്ടാ. ചിലതിന് നല്ല മധുരമായിരുന്നു കേട്ടോ, ചിലതിന് ചവർപ്പുണ്ടായിരുന്നു. ഈ ചവർപ്പ് രുചി ഉള്ളതുകൊണ്ടാട്ടോ മോച്ചുവിന് ഒട്ടും ഇഷ്ടമാവാഞ്ഞ്. പക്ഷെ അന്നാമി കഴിച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന്. ഞാൻ പറഞ്ഞില്ല, അന്നാമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പപ്പനെ കൊണ്ട് കഴിപ്പിക്കണേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പപ്പ ഇങ്ങനെ കുറച്ചായിട്ട് ഈ കുരു അകത്തേക്ക് പോകാത്ത രീതിയിൽ പതുക്കെ വെച്ചു കൊടുക്കായിരുന്നു കേട്ടോ അവൾക്ക്. അത് കഴിഞ്ഞപ്പോൾ അമ്മ പാൽച്ചായ ഇട്ട് തന്നു കേട്ടോ. അങ്ങനെ പപ്പ കടയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ പച്ച കളർ ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ജിൻഡോ കപ്പടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതേ 10:30 ആയിട്ടുണ്ട് സമയം. കൊച്ചങ്ങൾക്കൊക്കെ പനിയായതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും എടുക്കാഞ്ഞത്. അങ്ങനെ മോച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ജിൻഡോ ചേട്ടൻ കപ്പ് ഉയർത്തണ കാണണമെന്ന്. പക്ഷെ മോച്ച് ഉറങ്ങിപ്പോയിട്ടോ. അന്നാമിക്കും നല്ല പനിയും ജലദോഷമൊക്കെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.